സത്യവിശ്വാസിക്ക് ടെൻഷനില്ല. ടെൻഷൻ ഉണ്ടെങ്കിൽ അവൻ സത്യവിശ്വാസിയല്ല. അള്ളാഹുവിൽ സകലതും സമർപ്പിച്ചവൻ തിരുവേനി ഒരിക്കൽ പറഞ്ഞു, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അതിശയകരം തന്നെ. എന്താ പ്രവാചകൻ? അവനൊരു ഹൈറ് വന്നാൽ അവൻ ശക്കറ, പടച്ചവന് നന്ദി പറയും. അവനൊരു മുസീബത്ത് വന്നാൽ സബറ, അവൻ ക്ഷമിക്കും. ടെൻഷൻ ഉണ്ടോ? അതങ്ങനെ വിധിച്ചതാണ്. അള്ളാഹുവിനോട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. നമ്മളൊക്കെ ആ വിശ്വാസം ഈ ജീവിതവുമായി ജീവിത ഗന്ധിയായി മാറേണ്ടത്. ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇസ്ലാമിൽ രക്ഷയുണ്ട് എന്ന് കേട്ടല്ലോ, അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ രക്ഷ. എന്നാൽ ഞാൻ നിങ്ങളെ ദീനിലേക്ക് വരാം, എന്റെ പ്രഷർ ഒന്ന് മാറി കിട്ടുമോ? ഞാൻ കുറെ കാലമായി ഇതിന്റെ ഒരു ആപത്തിൽ, ഷുഗറും, ഇതിന്നൊരു രക്ഷ കിട്ടുമോ? മുസ്ലിമായാൽ കിട്ടും, ഇസ്ലാമായാൽ എന്ന് പറയാൻ ഭൂമിയിൽ ഒരു മുസ്ലിമിന് കഴിയോ? മുസ്ലിയാരോട് ചോദിച്ചാൽ, മൗലവിനോട് ചോദിച്ചാൽ അയാളും പ്രഷറിന്റെ ഗുളികയായിട്ട് നടക്കുകയും. എന്നാൽ കഴിയണം. സത്യവിശ്വാസിക്ക് പ്രഷർ ഉണ്ടാവില്ല, ഷുഗർ ഉണ്ടാവില്ല, രോഗം ഉണ്ടാവില്ല. നിങ്ങളുടെ ചോദ്യം വരുമ്പോൾ വിശദീകരണം പറയാം. ഞാൻ ഒറ്റ ഒഴുക്കൻ പറച്ചിലാണ്, ബാക്കി ശരിക്ക് ചോദ്യം ചോദിച്ച ഒരു സംശയം വേണ്ട. എനിക്കറിയുന്ന നിലക്ക് ഞാൻ എൻ്റെ പേര്. ഇങ്ങനെയൊക്കെ ജീവിച്ചതിന് ശേഷവും രോഗം മനുഷ്യൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അത് ഇപ്പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ രോഗമല്ല, അതും അള്ളാഹ് ചെയ്തു തന്ന അനുഗ്രഹമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞു, താങ്കൾക്ക് ഇമ്മട്ടിലെല്ലാം സൂക്ഷിച്ച് ജീവിച്ചതിന് ശേഷവും ഉരവേദനയുണ്ടോ? കാലിന് മുള്ളു കുത്താറുണ്ടോ? ഒരു എറുമ്പ് കടിക്കാറുണ്ടോ? ഉണ്ട്. എങ്കിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. പരലോകത്തിൽ നിന്ന് ലഭിക്കേണ്ട ശിക്ഷകൾ താങ്കൾക്ക് ഇവിടെ തന്ന് വെച്ച് തന്നെ കുറേശ്ശെ തന്ന് താങ്കളോട് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മമായി ജീവിച്ച് രോഗത്തിൽ നിന്ന് മോചിതരാവാനുള്ള എല്ലാ ശ്രമവും നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തതിനു ശേഷവും ഒരു സത്യവിശ്വാസിക്ക് വിട്ടുമാറാത്ത രോഗമുണ്ട് എങ്കിൽ അവനല്ല അതിന് ഉത്തരവാദി. അത് അള്ളാഹ് തന്നതാണ്, അത് ആപത്തുമല്ല, അനുഗ്രഹവുമാണ്, നിങ്ങളെ നാളെ രക്ഷിക്കാനുള്ള പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എവിടുന്നാ വന്നത്? വയറിളക്കവും ഛർദിയും. ഛർദി അനുഗ്രഹമാണ്, ഛർദിച്ചു പോകട്ടെ. ഗർഭിണിയുടെ പ്രഭാതകാല ഛർദിയും ആ കുഞ്ഞിനെ അനുഗ്രഹീതമായി ആരോഗ്യത്തോടു കൂടി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അമ്മയുടെ രക്തത്തിലുള്ള മാലിന്യങ്ങൾ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറാതെ ഇവൾ കിടന്നുറങ്ങുമ്പോൾ തിന്നാതിരിക്കുന്ന നേരം നോക്കിയിട്ട് എല്ലാം വലിച്ചെടുത്ത് ആമാശയത്തിൽ കൊണ്ടുവരികയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഛർദ്ദിപ്പിച്ചു വിടുകയും ചെയ്യുന്നത് ഈ കുട്ടിയുടെ ആരോഗ്യം നന്നാക്കാനും അമ്മയെ ആരോഗ്യവതിയാക്കിയും സുന്ദരിയാക്കിയും മാറ്റാനും വേണ്ടിയിട്ടാണ്. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ ആരോഗ്യവതികളാകുന്നു, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ സുന്ദരികളായി മാറും. ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭകാലത്ത് ഛർദ്ദിക്കുന്ന അമ്മയുടെ കുട്ടി ആരോഗ്യവാനായി പുറത്തേക്ക് വരും. ഈ ഛർദ്ദിക്ക് ഗുളിക കൊടുത്തിട്ട് അത് തടഞ്ഞു കഴിഞ്ഞാൽ പൊക്കിൾ കൊടിയിലൂടെ ശരീരത്തിലേക്ക് ഈ മാലിന്യങ്ങൾ അത്രയും കയറിപ്പോകും. അമ്മ ഛർദ്ദിക്കുന്നില്ല, പിന്നെ കുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പോൾ മഞ്ഞപ്പിത്തം, അംഗവൈകല്യം, കോങ്കണ്ണ്, മുടി മുളച്ചിട്ടില്ല, കരയുന്നില്ല, പല വൈകല്യം. കാരണം ആരാണ്? നമ്മളാണ്. ഗർഭധാരണം രോഗമല്ല, ഒരിക്കലും രോഗമല്ല. എന്നാൽ ഇന്നോ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് കേട്ടാൽ ഉടൻ ചോദ്യം വരും, ആരെയാണ് കാണിക്കുന്നത്? ആരെയാ അത് കാണിക്കേണ്ടത്? ആരാണ് ഈ കർമ്മം നടത്തുന്നത്? എന്തൊരു അത്ഭുതകരമായ കർമ്മമാണ് പടച്ചതമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ അനുഗ്രഹീതമായ കർമ്മം ചെയ്യുമ്പോൾ ഷീസ് ഓൺ ദി ഫാമിലി വേ, ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം. ഇപ്പൊ പറയുന്നത് ഷീസ് ഓൺ ദി ഹോസ്പിറ്റൽ വേ എന്നാണ്. ഗർഭിണിയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിന്റെ വഴിയിലാവും പത്തി. എന്നും കാണിക്കണം. ഇവിടുന്ന് അങ്ങോട്ട് ഉപ്പന്റെ കത്ത് ആരെങ്കിലും ഒന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. മാസം ആഴ്ചയിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ അധ്വാനിക്കുന്നൊക്കെ കുട്ടി നേരെയാവും തരാം. അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാ, ഞാൻ ആക്ഷേപിക്കുകയല്ല. ഈ വിറ്റാമിൻ ഗുളികകൾ പോലും ഈ കുഞ്ഞിനെ അപകടത്തിലേക്ക് നയിക്കും. ഗർഭധാരണം ആരോഗ്യമുള്ള സ്ത്രീയുടെ ലക്ഷണമാണ് അവൾ ഗർഭം ധരിക്കുന്നു എന്നത്. പിന്നെ ഗുളിക കൊടുക്കണോ? ഗർഭം ധരിക്കുന്നില്ലെങ്കിൽ ഗുളിക കൊടുക്കുന്ന മനസ്സിലാക്കുക, ആരോഗ്യമില്ലാന്നിട്ടാണ്. അതിനാൽ ഒരു മരുന്നും കൊടുക്കരുത് ഗർഭിണിക്ക്. പ്രസവം നേരെ നടക്കുമായിരുന്നു, പക്ഷെ അതിനൊന്നും ഇപ്പൊ പറഞ്ഞാൽ ആളെ കിട്ടൂല, നാട്ടിലല്ല. അന്ന് നേരത്തെ ഒരു ആശുപത്രിയിൽ പോകാൻ, പ്രസവിച്ച് അരമണിക്കൂർ കൊണ്ട് അവിടുന്ന് ഓടിപ്പോരുകയും വേണം. അവിടെ കുറച്ചധികം കിടന്നാൽ കുത്തിയാൽ ആ കുട്ടി 20 കൊല്ലത്തേക്ക് രോഗിയായി മാറും. പിന്നെ വീണ്ടും അവിടേക്ക് ഇരുന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് വയറിളക്കവും ഛർദിയും അനുഗ്രഹമാണ്. ജലദോഷമോ? ഞങ്ങൾ പറയുന്ന ഇത് ജലദോഷമല്ല, ജലഗുണം എന്നാണ് അതിന് പേര്.
തലയിൽ വെള്ളം വീഴുമ്പോൾ മൂക്കിലൂടെ കഫം ചാടിപ്പോകുന്നത് അനുഗ്രഹമല്ലേ? ഇവിടെ സൈനസിൽ അടിഞ്ഞു കിടക്കുന്ന കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന കഫം കൊണ്ട് മുളക് തിന്ന്, ചായ കുടിച്ച്, പഞ്ചസാര കഴിച്ച്, പഴയ ചീഞ്ഞു നാറിയ ഭക്ഷണങ്ങൾ കഴിച്ച്, ബേക്കറി ഫുഡ് കഴിച്ച്, പലഹാരങ്ങൾ കഴിച്ച്, ഇതെല്ലാം കഴിച്ചതിന്റെ പുകവലിച്ചു. പുകവലി ഹറാമാണ്. എന്നിട്ടും പുകവലിക്കുന്ന ആളുകളെ പറ്റി വേറെ പറയാനൊന്നും ഇപ്പൊ സമയമല്ല. ഇതൊക്കെ ചെയ്ത് കഫം, സൈനസിൽ കഫം നിറഞ്ഞിട്ട് ആ കഫം ഒരു തണുപ്പ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ചൂട് കിട്ടിയപ്പോൾ മൂക്കിലൂടെ പുറത്തേക്ക് ചാടിയത് അനുഗ്രഹീതമായ കർമ്മമാണ്. അതിന് ജലദോഷമെന്നല്ല ജലഗുണമെന്നാ പറയേണ്ടത്. ഭൂമിയിൽ ഒരു ഭാഷയിലും അതിന് ജലദോഷം എന്ന് പറയുന്നില്ല. കോൾഡ്, ബർദ്, സർദി എന്നൊക്കെ പറയാം. അതുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ഈ മൂക്കിലൂടെ കഫം ചാടുമ്പോൾ പടച്ചവന് നന്ദി പറയുക. തുമ്മുമ്പോൾ നന്ദി പറയണം. അലർജി കൊണ്ട് തുമ്മിയാലോ അത്രയും തുമ്മലിന് അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. അപ്പൊ അൽഹംദുലില്ലാ ഒന്ന് കഴിഞ്ഞ് തുമ്മൽ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, അതിന്റെ ഇടയ്ക്ക് ഇത് ചെല്ലാൻ നേരം കിട്ടുന്നില്ല, അജാതി തുമ്മല. കഫം പുറത്തേക്ക് ചാടാനുള്ള ശ്രമം നടക്കുകയാണ് തുമ്മലിലൂടെ. നനച്ച് കെട്ടിക്കൊടുക്കൂ. ജലദോഷം വരട്ടെ, വേറെ അങ്ങനെ ആയിക്കോട്ടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ജലഗുണമെന്ന് പറയേണ്ടവരങ്ങനെ പറഞ്ഞു. അത് വന്നിട്ട് മൂക്കുന്ന ഈ സാധനം പുറത്തേക്ക് എടുത്ത് കളാം. അത് പോകാൻ വയ്യ ഡോക്ടറെ, ഗുളിക തരൂ, അത് അവിടെ തന്നെ നിൽക്കട്ടെ, ഒരു സാധനം പുറത്ത് കിടക്കരുത്. എന്റെ കുട്ടി തൂറുന്നു, അത് നിർത്തണം നിങ്ങൾ പറയോ? കുട്ടി മൂത്രമൊഴിക്കുന്നു, നിർത്തണം എന്ന് പറയോ? കളിച്ചുല്ലസിക്കുമ്പോൾ വിയർക്കുന്നു, അത് നിർത്തണം എന്ന് പറയോ? പറയില്ല എങ്കിൽ ഇനി മൂക്കിലൂടെ കഫം ചാടുമ്പോൾ ചുമച്ചിട്ട് കഫം പുറത്തേക്ക്, ശ്വാസകോശത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് നിർത്തിത്തരണമെന്ന് മേലിൽ പറഞ്ഞു പോകരുത്. കുട്ടി കുരക്കുന്നു, പക്ഷെ കടിക്കൂല. ചുമച്ചിട്ട് കഫം പുറത്തേക്ക് വരട്ടെ. എന്ത് വേണം? കുട്ടിയെ മഴ കൊള്ളിക്കുക, നിങ്ങളും മഴ കൊള്ളുക, മഞ്ഞ് കൊള്ളുക. ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്ന അനുഗ്രഹീതമായ ജലവർഷത്തെപ്പറ്റി ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട്? فأنزلنا من السماء ماء فأحيا به الأرض بعد موتها. ആകാശത്തു നിന്ന് വെള്ളമിറക്കി തന്ന പടച്ചതമ്പുരാന്റെ അത്ഭുത കഴിവിനെ നിങ്ങൾ ആദരിക്കുന്നില്ലേ, അംഗീകരിക്കുന്നില്ലേ? فأحيا به الأرض بعد موتها. ചത്ത് ശവമായി കിടന്ന ഭൂമിയെ ആ വെള്ളം കൊണ്ടവൻ ജീവിപ്പിക്കുന്നു. فأنزلنا ماء مباركا. അനുഗ്രഹീതമായ വെള്ളമാണ് ആകാശത്തു നിന്ന് ഇറക്കുന്നത്. അത് കൊള്ളല്ലേ എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹീതമായ അനുഗ്രഹം കുട്ടിന്റെ തലയിൽ വീഴണ്ടെന്നല്ലേ പറഞ്ഞത്? തിരുമേനി പറഞ്ഞു മഴ കൊള്ളൂ, പുതുമഴ കൊള്ളൂ, അത് സുന്നത്താണ്, അനുഗ്രഹമാണത്. നമ്മളോ മഴ കൊള്ളുമ്പോൾ കുട്ടിയെ ചങ്ങലക്കിട്ട് അകത്തേക്ക് വരും. മഴ കൊള്ളരുത്, കോപ്പിക്കുട തന്നെ വാങ്ങിക്കൊടുക്കണമെന്ന്. കേരളീയന്റെ നാട്ടിലെ കുടങ്ങനെ വിൽപ്പനയുള്ളൂ, കച്ചവടം. ഒരു തുള്ളി മഴ തലയിൽ കൈ വെച്ചിട്ടല്ലേ നടത്തും, കുടല്ലാത്ത അല്ലെങ്കിൽ തമിഴ് വെള്ളം മേലേക്ക് പോകാൻ പാടില്ല. നല്ലതൊന്നും നമുക്ക് വേണ്ട. ചിന്തിക്കാനുള്ള ഒരു അവസരം എന്ന നിലക്ക് ഉപയോഗപ്പെടുത്തുക. എന്റെ ശൈലി കുറച്ച് കടന്നു പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാം. എന്റെ കുട്ടികളൊക്കെ മഴ പെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെ മുറ്റത്തേക്ക് ഇറങ്ങിക്കും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ആനന്ദം, ആമോദം. മഴ പെയ്യുമ്പോൾ പുഴയിലെ കുളത്തിലെ മീനുകളൊക്കെ ഉല്ലസിക്കുന്ന പോലെ ഈ കുട്ടികൾക്കും ആനന്ദം. നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാൻ മടിക്കും. ഏത് കുട്ടിയെ നിങ്ങൾ നോക്കും, നിങ്ങൾ അകത്തേക്ക് മഴ പെയ്യുമ്പോൾ അകത്ത് ഒളിക്കുക. കുട്ടികൾ വരാൻ തന്നെ ഇരിക്കട്ടെ. ഉമ്മയും പാപ്പയും അകത്താന്ന് കണ്ട കുട്ടി മെല്ലെ ചാടും പുറത്തേക്ക്. അവനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവന് വെള്ളത്തോടൊരു പ്രേമമുണ്ട്. ആകാശത്തു നിന്ന് വെള്ളം വരുമ്പോൾ, ഒഴുകി വരുമ്പോൾ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു, അത് കൊള്ളാൻ. മഴക്കാർ വാനിലേറുമ്പോൾ മയിലാടുന്നു കൗതുക. മഴ തോർന്ന വെള്ളമുള്ള റോട്ടിലൂടെ ഒരു കുട്ടിയും കൈ പിടിച്ച് നടക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കുട്ടി ആ വെള്ളത്തിൽ കൂടെ ചാടി കളിച്ചു പോകും. ഇങ്ങോട്ട് കയറാൻ പിടിച്ചു വരിക്കുന്നുണ്ട്, ആ കുട്ടി അങ്ങോട്ട്. എന്താണ്? അവന്റെ പ്രകൃതം വെള്ളത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. എല്ലാ ജീവകോശങ്ങളെയും വെള്ളത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് മഴ കൊള്ളുക, ചിരിക്കണ്ട, മഞ്ഞ് കൊള്ളുക. കഫം ഇളകി പുറത്തേക്ക് വരും. ആദ്യത്തെ ദിവസം ശ്വാസം മുട്ടൊക്കെ ഉണ്ടാവും, കുറച്ച് മൂക്കുന്ന ചാടുകയൊക്കെ ചെയ്യും. ചാടി പോട്ടതൊക്കെ അങ്ങനെ ശുദ്ധജലം തലയില. എല്ലാ പ്രകൃതി ചികിത്സ ആശുപത്രിയിൽ ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ രോഗികളെയും രാവിലെയും വൈകുന്നേരവും തല നനച്ച് കെട്ടിയിടാൻ പറയും. അപ്പൊ ജലദോഷം വരൂലേ, നീരിറങ്ങൂലേ എന്നൊക്കെ ചോദിക്കും. ഇറങ്ങട്ടെ, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, സാരല്ല, ഇവരൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരട്ടെ. എല്ലാ ചെറുത്താന്മാരും അങ്ങനെ എല്ലാ ചെറുത്താനും ഇങ്ങോട്ട് ഇറക്കുക. മൂക്കിലൂടെ നനച്ചു കിട്ടും. മഴക്കാലത്ത് രോഗികളൊക്കെ മഴ കൊള്ളിക്കും. അതിനുള്ള സൗകര്യം അവിടെ ഉണ്ട്.
നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ആള് കാണാത്ത രീതിയിൽ പൊള്ളിക്കാം. നാട്ടിൽ മറ്റേ ജാതി ആളുകളല്ലേ ഉള്ളത്. അങ്ങനെ ആരോഗ്യം പുതുതായിട്ട് വളർത്തിയെടുക്കുക. എല്ലാ ജീവികളും മഴ കൊള്ളും, നമ്മളും മഴ കൊണ്ടേ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഈ മുബാറക്കൻ അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക്. ഇതൊക്കെ ആയത്ത് പഠിക്കാത്ത, തിരുമേനി അറിയാത്ത, ദൈവത്തെ പോലും നിഷേധിക്കുന്ന അലോപ്പതി പ്രകൃതി ചികിത്സാ ശാസ്ത്രജ്ഞന്മാർ 150 കൊല്ലം മുമ്പ് പഠിപ്പിച്ച പഠനമാണ്. ആ പഠിപ്പിന് വികാസം കിട്ടാത്ത പോയത് കഥ വേറെ, അതൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല. അത് പിന്നീട് ജർമ്മനിയിലേക്ക് കയറി അഡോൾഫ് ജസ്റ്റ് റിട്ടേൺ ടു നേച്ചർ എന്നൊരു പുസ്തകം എഴുതി. അത് ഗാന്ധിജി വായിച്ചു. ഗാന്ധിജി പ്രകൃതി ചികിത്സ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇന്ത്യക്കാരാണ്. ഇതൊക്കെ ആരായിരുന്നു കൊണ്ട് നടക്കേണ്ടിയിരുന്നത്? ശുദ്ധജലം കൊണ്ട് ഒരുപാട് ക്രിയകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഉറക്ക് കിട്ടാത്ത ആളുകൾക്ക് പ്രകൃതി ചികിത്സകൻ ചെയ്യുന്ന പ്രകൃതി ഗ്രന്ഥത്തിൽ പറയുന്നത് അയാളുടെ കൈയും കാലും മുഖവും കഴുകി കിടക്കാൻ പറയണമെന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് കൈയും കാലും മുഖവും കഴുകണമെന്ന് പ്രകൃതി ഗ്രന്ഥങ്ങളിലുണ്ട്. ഉറക്ക് കിട്ടാത്തവൻ അത് കഴുകി കിടക്കണം. കുളിക്കുന്നതിന്റെ മുമ്പ് കൈയും കാലും മുഖവും കഴുകണമെന്ന് പ്രകൃതി ഗ്രന്ഥത്തിലുണ്ട്. ഏത് രോഗിയുടെയും കൈയും കാലും മുഖവും 3 നേരം കഴുകിക്കൊണ്ടിരുന്നാൽ അയാളുടെ രോഗം പൂർണ്ണമായി മാറുമെന്ന് പ്രകൃതി ഗ്രന്ഥങ്ങളിലുണ്ട്. ഞങ്ങളത് നടപ്പാക്കുന്നു. ഇനി അപ്പുറത്തേക്ക് നീന്തിക്കും. 1500 കൊല്ലം മുമ്പ് അപ്പുറത്തേക്ക് 3 നേരമല്ല 5 നേരം 3 വട്ടം 15 അത്രയല്ല, അതിന്റെ അപ്പുറം ഉണ്ട് ഓരോന്ന്. ഇങ്ങനെ നിരന്തരം 5 നേരത്തേക്ക് വുളു ചെയ്തുകൊണ്ടിരിക്കുക, വുളു പുതുക്കിക്കൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വുളു, ഭക്ഷണം കഴിച്ചതിന് ശേഷം വുളു, കിടക്കാൻ നേരം വുളു, ഉറക്കമുണർന്നാൽ വുളു, കുളി നിർബന്ധമായാൽ ഈ ഭാര്യാബന്ധത്തിന് ശേഷം വുളു, കുളിക്കുന്നതിന് മുമ്പ് വുളു. എന്തിനാ കുളിക്കുന്നതിന്റെ മുമ്പ് വുളു എന്ന് നമുക്ക് കാലം വരെ തിരിഞ്ഞിട്ടില്ലല്ലോ. കാരണങ്ങളുണ്ട്, പറയാൻ ഇവിടെ നേരല്ല. ആരോഗ്യശാസ്ത്രത്തിൽ അതിന് കാരണമുണ്ട്. ഒരു ഉപകരണം ഞങ്ങളുടെ അടുത്തുണ്ട്. സൈനസൈറ്റിസ് രോഗികൾക്ക് പച്ചവെള്ളം, മൂളി പോലുള്ള ഒരു സാധനം, കിണ്ടി, പച്ചവെള്ളം നിറച്ചിട്ട് മൂക്കിലേക്ക് തിരിയും, നേരെ കയറി അടുത്ത ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടും. രാവിലെയും വൈകുന്നേരം ചെയ്യിക്കും 3 വട്ടം. അയാളുടെ സൈനസൈറ്റിസ് മാറും. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയാണ് അവിടെ. ഉളുവെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. നമ്മളിങ്ങനെ തൊട്ട് കളിക്കുക. കയറ്റി ചീറ്റി നോക്ക്, തലവേദന വരും ആദ്യത്തെ കുറച്ച് ദിവസം. ശരീരത്തിൽ പുറത്ത് വെള്ളം പ്രയോഗിച്ചാൽ അകത്തുള്ള മാലിന്യം പുറത്തേക്ക് ചാടും. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരുണ്ടോ? മുണ്ടും മാറ്റി കുളിക്കാൻ ഇറങ്ങിയാൽ 4-5 അടി മുന്നോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്? കേൾക്കട്ടെ, പറയാൻ മടിയുള്ള സംഭവം നടക്കുന്നുണ്ട്. അവർ മൂത്രമൊഴിക്കാൻ വരും. ഒരുത്തം പുഴയിലേക്ക് എടുത്തു ചാടിയാലോ അല്ലെ മേലെ ഷവറോട്ട് വെള്ളം ഒഴിച്ചാലോ മൂത്രമൊഴിക്കാൻ വരൂല. എന്താ കാര്യം? കാലിൽ തണുത്ത വെള്ളം മാത്രം, കാലിൽ മാത്രം വെള്ളമേറ്റപ്പോൾ അവിടെയുള്ള തണുത്ത രക്തം മേലോട്ടും മേലുള്ള ചൂടുള്ള രക്തം താഴോട്ടും ഒഴുകുമ്പോൾ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടിയാൽ മാലിന്യം പുറന്തള്ളപ്പെടുന്നു. ശരീരത്തിൽ നിന്ന് ആദ്യം പുറന്തള്ളപ്പെടാൻ പറ്റിയ മാലിന്യം മൂത്രമാണ്. മൂത്രമൊഴിക്കാൻ വന്നു. കുറച്ചുകൂടി ആൾ അവിടെ അങ്ങനെ നിർത്തിയാൽ അക്കൂസ് പോണെന്ന് പറയാൽ. ഇത്രയും നല്ലൊരു കർമ്മമാണ് വുളു എടുക്കൽ. അത് പ്രകൃതി ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ വെള്ളം ശരീരം, അത് മൊത്തം വെള്ളത്തിൽ നിന്നാലോ അതിന് ഗുണം ഉണ്ടാവില്ല. 5 നേരം കുളിക്കാൻ പറഞ്ഞില്ലല്ലോ, 5 നേരം വുളു എടുക്കാനല്ലേ പറഞ്ഞു. അതിന്റെ പിന്നിൽ ആരോഗ്യ രഹസ്യമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ട്. നമുക്ക് ഛർദിയിലേക്ക് തിരിച്ചു പോകാം. ജലദോഷത്തിനാണല്ലോ. അപ്പോൾ അതിന് ജലഗുണം എന്ന് ഇന്ന് പേരിട്ടിരിക്കുന്നു. ഇനി ഒരു പനിയാണ് ബാക്കി. ഇത് ചുമയാണെങ്കിൽ ഇത് തന്നെയാണ് പ്രശ്നം. പനി. ഈ 3 രീതിയിലും പുറന്തള്ളപ്പെടാത്ത മാലിന്യം ശരീരത്തിലുണ്ടെങ്കിൽ രക്തത്തിലാണ് പിന്നെ അടുക്കുള്ളത്. രക്തം തിളപ്പിച്ച് ശുദ്ധിയാക്കണം. അതാണ് പനി. അതുകൊണ്ട് അൽ ബുഹാറു കീറും മിൻ കീരിന്നാർ ഫബരിദുഹു ബിൽ മാ. രോഗത്തെ ശപിക്കരുതെന്ന് തിരുമേനി. പനി നരകത്തിലെ അഗ്നിയുടെ ഭാഗമാണ്, അതിനെ പച്ചവെള്ളം കൊണ്ട് തണുപ്പിച്ചാൽ മതി എന്ന് തിരുമേനി. പെനഡോൾ കഴിക്കാൻ ഹദീസിൽ എവിടെയും കാണുന്നില്ല. പനിക്ക് ക്രോസിൻ കൊടുക്കാൻ ഹദീസിലില്ല. ഹദീസിലുള്ളത് പച്ചവെള്ളം കൊണ്ട് പനിയെ ശമിപ്പിക്കുക എന്നാണ്. നമ്മൾ ആരെ അനുസരിക്കുന്നു എന്നറിയണം.
ഭക്ഷണം കഴിക്കാതിരുന്നാൽ അൾസർ വരുമത്രേ. ഭക്ഷണം കഴിക്കാതിരിക്കാനും നോമ്പെടുക്കാനും കൽപ്പിച്ച പ്രവാചകൻ അറിയുമായിരുന്നില്ലേ അൾസർ വരുമെന്ന്? ആരെയാണ് അനുസരിക്കുന്നത്? പനി പച്ചവെള്ളം കൊണ്ട് സുഖപ്പെടുത്തും. പ്രകൃതി ചിലർ പറയുന്നത് ഏത് പനിയും അനുഗ്രഹീതമാണ്. അമ്മയുടെ മടിത്തട്ടിൽ കുഞ്ഞ് എത്രത്തോളം സുരക്ഷിതമാണോ അതിനേക്കാൾ ഏറെ സുരക്ഷിതമാണ് പനിയുടെ മടിത്തട്ടിൽ നാം മനുഷ്യൻ. എനിക്ക് പനി തരൂ, ഏത് രോഗവും ഞാൻ സുഖപ്പെടുത്താം. ഹിപ്പോക്രാറ്റസ് പറഞ്ഞു. ഹിപ്പോക്രാറ്റസ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നിന്റെ ഭക്ഷണമാണ് നിന്റെ ഔഷധം, നിന്റെ ഔഷധം തന്നെയാണ് നിന്റെ ഭക്ഷണം. ഭക്ഷണമല്ലാത്ത മറ്റൊരു ഔഷധവും നിനക്കില്ല, മരുന്ന് വേറെ വല്ല. അതുകൊണ്ട് പനി അനുഗ്രഹീതമാണ്. ഈ സന്ദേശം പ്രകൃതി ചികിത്സാ സന്ദേശമാണ്, ഒപ്പം ഇസ്ലാമിക സന്ദേശവുമാണ്. ഇനിയും എമ്പാടും ആയത്തുകളും ഹദീസുകളും നമുക്ക് ഉദ്ധരിക്കാനുണ്ട്. നിങ്ങളത് പഠിക്കണം, അതിന് തയ്യാറാകണം എന്ന് ഈ നേരത്തെ എനിക്ക് പറയാനുള്ളൂ. ഇന്നു മുതൽ നമുക്ക് എവർക്കും ഇവിടെ നിന്നങ്ങോട്ട് സൃഷ്ടികർത്താവും നമ്മുടെ രക്ഷിതാവുമായ അള്ളാഹു എല്ലാ നിലക്കുള്ള ആയുരാരോഗ്യവും രോഗങ്ങളിൽ നിന്ന് മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംശയങ്ങൾ ചോദിക്കാം. വിട്ടുപോയ ഭാഗങ്ങൾ സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പറയാം. എഴുതി തരികയുമാവാം, ചോദിക്കുകയുമാവാം. ഓരോരുത്തരുടെയും രോഗം ചോദിച്ച് അതിന് ചികിത്സ സ്പീക്കറിലൂടെ പറയണം എന്ന് ആഗ്രഹിക്കരുത്. അങ്ങനെ ചികിത്സ പറയാനും പാടില്ല. പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ പൂർണ്ണ ഫലം കിട്ടില്ല, അതെതിരായിട്ട് ഭരിച്ചു കളയും. പൊതു തത്വങ്ങൾ ചോദിക്കാം. ഇനി ചികിത്സ വേണ്ടവർക്ക് ഞാൻ നാളെ വൈകുന്നേരം 5 മണി വരെ ഇൻഷാ അല്ലാഹ് ഖത്തറിൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ വേണ്ടവർക്ക് ICRCയിലാണ് ഞാനുള്ളത്, അവിടെ വരാം. ഉള്ള സമയം കൊണ്ട് ചെയ്യാം. എൻ്റെ കാർഡ് ഇവിടെ ഉണ്ട്. നാട്ടിൽ കോഴിക്കോട്ട് ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്നത് ഞങ്ങളുടെ ഒരു ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ. അവിടെ നിശ്ചിത കാലം കൊണ്ട് ഓരോ രോഗവും സുഖപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന പുസ്തകങ്ങളുണ്ട്, കാർഡുകളുണ്ട്, ഇമെയിലുണ്ട്, ഒക്കെ തരാം. ഭക്ഷണം ഏത് കഴിക്കണം, ഏത് കഴിച്ചുകൂടാ, ഓരോ രോഗം ഉണ്ടാക്കാൻ ഏതൊക്കെ ഭക്ഷണം കാരണമാകുന്നു എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഉപവാസത്തിൻ്റെ മാഹാത്മ്യം പ്രതിപാദിക്കുന്ന പുസ്തകമുണ്ട്. കനികൾ, ചെടികൾ, ഔഷധ ഗുണങ്ങൾ എന്നൊക്കെ തുടങ്ങിയ പുസ്തകങ്ങളുണ്ട്. അതും വാങ്ങി നിങ്ങൾക്ക് വായിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരവസരം അടുത്ത വർഷം കിട്ടുമ്പോൾ കുറച്ചുകൂടി വിപുലമായിട്ട് വിശദമായിട്ട് ഇനിയും പഠന ക്ലാസുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് അവസരം ഉണ്ടാക്കണം എന്നും അപേക്ഷിക്കുകയാണ്. സംശയങ്ങൾ പനി 105 ഡിഗ്രി കൂടിയാൽ മരണം സംഭവിക്കുന്നു. അതുപോലെ കൂടുതൽ ഛർദി ജലാംശം തീർത്ത് പോയാൽ മരണസാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ കൂടുതൽ ഇതെല്ലാം ആയാൽ താനെ മാറുമോ എന്നുള്ള സംശയം. പനി 105 ഡിഗ്രി ആയാൽ മരിക്കുമെന്ന് കേട്ടിട്ടുണ്ടത്രേ. 108 ഡിഗ്രി വരെ എൻ്റെ കുട്ടി മരിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഭയചികിത്സയാണ് നാട്ടിൽ നടക്കുന്നത്. പനി അനുഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. പനി പക്ഷേ 100 ഡിഗ്രിയിൽ മേലെ കയറാതിരിക്കാൻ എന്ത് ചെയ്യണം? പനി വരുമ്പോൾ തന്നെ പനിച്ചവയുണ്ടാവും. ഭക്ഷണം വേണ്ട. അപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കണം. പിന്നെയും നിയന്ത്രിക്കണമെങ്കിൽ വായ്ക്ക് കയ്പ് കൊടുക്കും. വായിലൂടെ ഒന്ന് തിന്നാതിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ചാറ് പുരട്ടി കഞ്ഞി കുടിപ്പിക്കാൻ നിൽക്കരുത്. പനിക്കുന്ന ആൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ അയാളെ കിടത്തുക, അയാളെ നനച്ചു കെട്ടുക. തലയും അരയും നനച്ചു കെട്ടി കിടത്തിയാൽ ഒരിക്കലും തന്നെ ഒരു കാരണവശാലും 100ന്റെ മേലെ ഡിഗ്രി കയറുന്ന പ്രശ്നമേ ഇല്ല. ഭക്ഷണം കൊടുക്കരുത്. രണ്ടാമത്തെ സംഗതി, ഛർദിക്കുമ്പോൾ ജലാംശം നഷ്ടപ്പെടുന്നു. അപ്പോഴെന്ത് ചെയ്യും? ആരാ ശരീരം സൃഷ്ടിച്ചത് അറിയാമല്ലോ. 1-ാം തരം ഒരു എഞ്ചിനീയറാണ്. വായിലൂടെ ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല ഛർദിക്കുന്ന ആൾക്ക്. എന്ത് കൊടുത്താലും ഛർദിച്ചുകൊണ്ടേയിരിക്കും. വായിലൂടെ ഒന്നും കൊടുക്കാൻ വയ്യ, വെള്ളം തീർന്നു പോവുകയാണ്. അന്നേരത്ത് പടച്ച തമ്പുരാൻ ശരീരത്തിൽ രോമകൂപങ്ങളോട് പറയുന്നു,
വായിലൂടെ എൻ്റെ അടിമയ്ക്ക് വെള്ളമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് രോമകൂപങ്ങളെ നിങ്ങൾ റിവേഴ്സ് ഗിയറിട്ടുകൊണ്ട് അന്തരീക്ഷ വായുവിൽ നിന്ന് വെള്ളം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കൂ. വിയർപ്പിനെ പുറത്തേക്ക് തള്ളേണ്ട ലക്ഷക്കണക്കിന് രോമകൂപങ്ങൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റേത് അപ്പോൾ ചെയ്യുന്നത് പുറമു നിന്ന് വെള്ളം സ്വീകരിക്കാൻ പാകത്തിൽ നിൽക്കുന്നു. അന്തരീക്ഷ വായുവിൽ നിന്ന് ജലാംശം വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷ വായുവിൽ ജലാംശമുണ്ട്. അതാണ് വായു അകത്തേക്ക് വലിക്കുമ്പോൾ മൂക്കിന്റെ ദ്വാരങ്ങളിൽ തണുപ്പനുഭവപ്പെടുന്നത്. എന്നാൽ ഈ വെള്ളം മതിയാവില്ല ഛർദ്ദിക്കുന്ന ആൾക്ക്. ഒരു ചെറിയ സഹായം അയാൾക്ക് ചെയ്തു കൊടുക്കാം. ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നനഞ്ഞ തോർത്തുമുണ്ടുകൊണ്ട് നനച്ച് തുടച്ചുകൊണ്ടിരുന്നാൽ, മുണ്ടുകൊണ്ടോ വെള്ളം കൊണ്ടോ നനച്ച് തുടച്ചുകൊണ്ടിരുന്നാൽ ആവശ്യത്തിനുള്ള വെള്ളം വായിൽ കൂടെ കയറുന്നതിന് പകരം രോമകൂപങ്ങളിലൂടെ കയറിക്കൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അത്തരം ആളുകളെ ചെറിയ കൈത്തോണി പോലെയുള്ള ഒരു പാത്രത്തിൽ കിടത്തും. അതുകൊണ്ട് അയാൾക്ക് ആവശ്യത്തിനുള്ള രോമകൂപങ്ങൾ വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസം. ഈ സിസ്റ്റമൊക്കെ ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും പേടിക്കേണ്ടതില്ല. ഛർദ്ദിക്കുന്ന ആൾക്ക് പച്ചവെള്ളം പുറമെ കൊടുത്താൽ മതി, അകത്തെത്തിക്കോളും. ഇനി അതല്ല, വായിലൂടെ തന്നെ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിലും കൊടുക്കാൻ മാർഗമുണ്ട്. ആചമന രീതിയിൽ എത്ര വെള്ളം കുടിപ്പിച്ചാലും അയാൾ ഛർദ്ദിക്കില്ല. പറയാം, കൈയെത്താവുന്ന ആളെ കിടത്തി കൈയെത്താവുന്ന ദൂരത്ത് ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളവും ചെറിയൊരു സ്പൂണും ആയിട്ട് നിൽക്കുക. എന്നിട്ട് ഒരു തുള്ളി, 2 or 3 തുള്ളിയെ അതിൽ നിന്ന് മുക്കിയാൽ കിട്ടും. അത് ഇയാളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുക. അത് ഛർദ്ദിക്കൂല. കാരണം വയറ്റിലെത്തുന്നതിന്റെ മുമ്പ് അത് സ്വീകരിച്ചു പോയിട്ടുണ്ടാവും. വീണ്ടും അതും വയറ്റിലെത്തില്ല, വീണ്ടും അതും വയറ്റിലെത്തില്ല. വെള്ളം ശരീരത്തിന് കിട്ടുന്നുണ്ട്. വയറ് ദേഷ്യം പിടിച്ചിരിക്കുന്നതുകൊണ്ട് വയറ്റിലെത്താതെ തന്നെ അന്നനാളത്തിന്റെ വഴിയിൽ വെച്ച് ഈ വെള്ളം ശരീരം വലിച്ചെടുക്കുന്നു. അങ്ങനെ 1 ഗ്ലാസോ 2 ഗ്ലാസോ 3 ഗ്ലാസോ 10 ഗ്ലാസോ ഈ മനുഷ്യനെ കുടിപ്പിച്ചാലും അയാൾ ഛർദ്ദിക്കുകയില്ല. ഛർദ്ദിച്ചാളെ വലിയ ഗ്ലാസും കുറ്റിയായിട്ട് കമഴ്ത്തിയാൽ അയാൾ ഛർദ്ദിക്കും. യെസ്, അടുത്ത ചോദ്യം അവിടെ നിന്ന് ചോദിച്ചാൽ മതി. ഞാൻ ആവർത്തിച്ചോളാം ചോദ്യം. മൈക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടായില്ല. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. എഴുതി കിട്ടിയൊന്ന് 2 ചോദ്യമുണ്ട്. അത് തന്നെ, ഇങ്ങോട്ട് തന്നെ ഞാൻ വായിച്ചു. എന്റെ മകൾ തടിച്ചുകൊണ്ടേയിരിക്കുന്നു. 12 വയസ്സ് തൂക്കം, 60 കിലോ എന്നാ പറയുന്നത് ഉള്ള കുട്ടിയാ. അത്രയും തൂക്കം ഉണ്ടെന്ന്. 12 വയസ്സ് തൂക്കം 60 കിലോ. അവർ സമയമുണ്ടെങ്കിൽ നാളെ എൻ്റെ അടുത്ത് കുട്ടിയും കൊണ്ടുവരും. രക്തസമ്മർദ്ദം പാരമ്പര്യം കൊണ്ടും ഉണ്ടാകാം എന്ന് കേട്ടിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റുമോ? രോഗങ്ങൾക്ക് പാരമ്പര്യ സ്വഭാവം വളരെ വളരെ ചുരുക്കമാണ്. രക്തസമ്മർദ്ദം പാരമ്പര്യം കൊണ്ടുണ്ടാകുന്നില്ല. പ്രഷർ, ഷുഗറും പാരമ്പര്യം കൊണ്ടുണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വാപ്പന്റെ മക്കൾക്കൊക്കെ അതേ രോഗമുള്ള മക്കളെ ഇങ്ങനെ പറിച്ചെടുക്കുക. ഓരോന്നിനുണ്ടാക്കുന്നത് നല്ല 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 രീതിയിലാക്കണ്ടേ? ആദ്യം ഉണ്ടാക്കിയ മോശമായിട്ടല്ലേ ഉണ്ടാകുന്നത്. ഒന്നുകൂടി ഉഷാറാക്കിയോ നോക്കി ഉണ്ടാക്കുന്നു. എന്താ സംഭവം? വാപ്പയുടെ ഭക്ഷണ പാരമ്പര്യം മക്കളിലുണ്ട്. ഉമ്മയും വാപ്പയും തിന്ന അതേ മുളക് അരച്ചിട്ടാണ് അവർക്ക് വേണ്ട അളവ് തന്നെ മക്കളെ തീറ്റിച്ചത്. അവര് തിന്ന് വയറ് വീർപ്പിച്ചതുപോലെ തന്നെ മക്കളെ തീറ്റിച്ചിട്ടുണ്ട്. അവർ ചിഞ്ഞത് തിന്ന് മക്കൾക്കും കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ ഭക്ഷണ പാരമ്പര്യമാണ് മക്കളിൽ രോഗമുണ്ടാക്കിയത്. ആ പാരമ്പര്യത്തിന്റെ മേൽ കൊടാലി വെച്ചാൽ മക്കൾക്ക് ആ രോഗമുണ്ടാവില്ല. അപ്പൊ അതൊഴിവാക്കാൻ പറ്റുന്ന മനസ്സിലായില്ലേ? ചായയെ പോലെ തന്നെയാണോ കാപ്പിയും? മൂർക്കം പാമ്പിന്റെ സ്വഭാവം ഏതാണ്ടുണ്ട് അണലിപ്പാമ്പിനും. ചോദ്യം, ദയവ് ചെയ്ത് ഡോക്ടറുടെ ദിനേനയുള്ള ഭക്ഷണക്രമം ഒന്ന് വിശദീകരിച്ചു തരാമോ? ഞങ്ങൾക്കും പ്രവർത്തിക്കാമല്ലോ. വളരെ സന്തോഷമുള്ള ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം ഇതുവരെ വന്നിട്ടില്ല. ഞാനും എൻ്റെ കുടുംബവും, എനിക്ക് ഒരു ഭാര്യയും 4 കുട്ടികളും. ഒരു കുട്ടിക്ക് 17 വയസ്സ്, ഒന്നിന് 15, ഒന്നിന് 10, മറ്റൊന്നിന് 4. ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി രാവിലെ ഗോതമ്പും ചപ്പാത്തിയും പച്ചക്കറികളും, ഉച്ചക്ക് ചോറും കറികളും, ഇറച്ചിയോ മീനോ ഒക്കെ വേണമെങ്കിൽ അന്നേരത്ത് മാത്രം, രാത്രി ഫ്രൂട്ട്സും കഴിക്കുന്ന ഒരു കുടുംബമാണ്. 15 വർഷമായി എൻ്റെ വീട്ടിലെ അടുക്കള ഉച്ചയ്ക്ക് ശേഷം പിന്നീട് കത്തിയിട്ടില്ല. അവിടുത്തെ അടുപ്പിൽ തീ കത്തിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ഭാര്യയ്ക്കില്ല, കുട്ടിയേക്കില്ല. കുട്ടികൾ അവിടെ ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവും. കയ്യെത്താവുന്ന ദൂരത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ വർത്തകായൊക്കെ ഉണ്ടാവുമല്ലോ, ലഡും ജിലേബിയൊക്കെ. നമ്മളെ വീട്ടിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും. എവിടെ തപ്പിയാലും അതേ കിട്ടുള്ളൂ. അത് തിന്നിട്ടോ തിന്നാതെ കുട്ടി കിടക്കും. കുട്ടി തിന്നാതെ കിടന്നാൽ എനിക്ക് സന്തോഷമാണ്. ഒരു ഉപവാസം കിട്ടുമല്ലോ. നമ്മളെ വീട്ടിൽ കുട്ടികൾ ഞാൻ തിന്നൂല എന്ന് പറഞ്ഞ് വാശിടിക്കൂല. ഭക്ഷണം തിന്നൂല അറിഞ്ഞ് കുട്ടികളുടെ ഉമ്മനും പാപ്പനും പേടിപ്പിക്കില്ല. നമ്മളെ വീട്ടിൽ നടക്കൂല. വേറെന്തോ പരിപാടി എടുക്കുക എന്നുള്ളതല്ല. കാരണം തിന്നൂല എന്ന് പറഞ്ഞാൽ ഉമ്മയും പാപ്പയും സന്തോഷിക്കും എന്നവർക്കറിയാം.
അങ്ങനെ 15 വർഷമായി, തമാശ പറയുകയാണെങ്കിൽ കാര്യം പറയുന്നത്, ഫ്രൂട്ട്സ് മാത്രമേ ഞങ്ങൾ രാത്രി കഴിക്കാറുള്ളൂ. ഇത് ഇങ്ങനെ അച്ചടിച്ച നിയമമൊന്നുമല്ല. ഒരു വിരുന്നേരം വീട്ടിൽ വന്നാലോ അന്ന് അവർക്ക് വേണ്ടി കോഴി നിറക്കിയൊക്കെ ഉണ്ടാകും, കൂട്ടത്തിൽ ഞങ്ങളും തിന്നും. പിന്നെ വേറെ ഏതോ വീട്ടിൽ പോയാലോ അവിടെ ഞങ്ങൾ ഇതേ കഴിക്കുന്നു, വാശി പിടിക്കൂല. യാത്രക്കാരന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇതൊന്നും ലംഘിക്കുന്നതിനൊരു പ്രശ്നവുമില്ല. ലംഘിക്കാൻ പാടില്ലാത്തതൊക്കെ മറ്റേ നമ്മളെ വെറുതായി പറഞ്ഞ സംഗതികളാണ്. ഇത് ഇടയ്ക്ക് തെറ്റുന്നു. പക്ഷേ മനുഷ്യന്റെ സ്ഥിരം ഭക്ഷണ രീതി ഇതായിരിക്കണം എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഗൾഫിൽ വന്നതിന് ശേഷം 2 മാസം ഇന്നേക്ക് തികഞ്ഞു. ഇവിടെ 2 ആഴ്ച, ഈ 2 ആഴ്ചയും ഞാൻ രാവിലെയും രാത്രിയും ഫ്രൂട്ട്സ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഇടയ്ക്ക് ഒരാൾ രാത്രി കൊണ്ടുപോയി സൽക്കരിച്ചത് ഒഴിച്ചാൽ രാവിലെയും രാത്രിയും ഞാൻ ഫ്രൂട്ട്സാണ് കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു നേരം ഇവിടുത്തെ ICRCയിലെ മെസ്സിനും ചോറാ തിന്നുന്നത്. ഒരു പ്രശ്നമില്ല. UAE നിന്നൊന്നും അങ്ങനെ. ഞാൻ യാത്രയ്ക്ക് എനിക്ക് വളരെ സുഖമാണ്. പ്രകൃതിയിലേക്ക് ആരും പേടിക്കണ്ടല്ലോ. ഫ്രൂട്ട്സ് എവിടെന്നെങ്കിലും കൊണ്ടെടുക്കാൻ തിന്നാൽ മതി, സന്തോഷം. അല്ലെങ്കിൽ ഒരു നോമ്പ് നോറ്റി അടക്കാം, നേർച്ച നോമ്പും ഒക്കെ ആക്കാം. അപ്പോൾ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ രീതിയിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി എൻ്റെ വീട്ടിലൊരു രോഗത്തിന്റെ പ്രാരാബ്ദമോ ഒരു മരുന്നോ ഒരു ഡോക്ടറോ ഒരു ചികിത്സയോ ഉണ്ടായിട്ടില്ല. ആ പേരിൽ ഒരു നയാ പൈസയും ചെലവായിട്ടില്ല. എത്ര ലാഭം നിങ്ങൾ ആലോചിക്കും. അത് നിങ്ങൾക്കും പകർന്നു തരിക എന്നതാണ് ഈ പ്രഭാഷണത്തിന്റെ താല്പര്യം. നെഞ്ചിൽ കഫം കെട്ടിയിട്ട് കുരച്ച് പുറത്തു പോകുന്നില്ല. അങ്ങനെ പോകാത്ത ആളുകൾ തേൻ കുടിച്ചാൽ മതി. 1-2 സ്പൂൺ ഇടയ്ക്കിടയ്ക്ക് തേൻ കുടിക്കുകയും തുളസി റൈഹാൻ ഇല ചവച്ചരച്ച് നീരിറക്കിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ അയാളുടെ കഫം മുറിഞ്ഞു പോരും. ഫീഹി ശിഫാ ഉല്ലിന്നാസ്. വിശുദ്ധ ഖുർആനിൽ ശിഫ, മരുന്ന് എന്ന് ഒരൊറ്റ സാധനത്തിനെ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, തേൻ. അത് കുടിക്കാൻ വയ്യ. അത് കുടിച്ചാൽ ഷുഗർ ഉണ്ടാവില്ലേ? അള്ളാഹ്ക്ക് വിവരം കുറവാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഫീഹി ശിഫാ ഉല്ലിന്നാസ്. ജനങ്ങൾക്കുള്ള സകല ശിഫകളും തേനിലുണ്ട്. തേൻ കുടിക്കുക, വീണ്ടും കുടിക്കുക, കുടിച്ചുകൊണ്ടേയിരിക്കും. ഷുഗർ രോഗിക്ക് നാളെ രാവിലെ കുടിക്കാൻ പുറപ്പെടേണ്ട. മരുന്ന് കഴിക്കുന്ന ഷുഗർ രോഗിയൊന്നും അവന് വേറെ സ്വീറ്റ് എഴുതണം, അത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാൽ മതി. തിരുമേനിയുടെ അടുത്തൊരിക്കൽ ഒരുത്തം വന്ന് പറഞ്ഞു, അനുജന് വയറുവേദന. തിരുമേനി പറഞ്ഞു തേൻ കൊടു. പിറ്റേന്ന് അയാൾ വന്ന് പറഞ്ഞു വയറുവേദന കൂടിയതാണല്ലോ. തിരുമേനി പറഞ്ഞു വീണ്ടും കൊടു തേന്, 2 സ്പൂൺ കൂടി അധികം കൊടു. 2-ാം ദിവസം അയാൾ വന്ന് പറഞ്ഞു വീണ്ടും കൂടിയല്ലോ പ്രവാചകർ, ഇനിയും കൊടുക്കണതേന്. 3-ാം ദിവസവും 4-ാം ദിവസം 3 ദിവസം കൊടുത്തതിന് ശേഷവും അയാൾ വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ വയറുവേദന കൂടുകയാണ്. തിരുമേനി പറഞ്ഞു എൻ്റെ അനുജന്റെ വയറിനാ തകരാറ്, അള്ളാഹ്ക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. ഇനിയും തേൻ കൊടുക്കുന്ന പറഞ്ഞത്. അള്ളാഹ്ക്ക് തെറ്റുപറ്റോ? അതിൽ ശിഫണ്ട് എന്നുള്ള പറഞ്ഞിട്ടില്ലേ? കൊടുത്തിട്ട് അതുകൊണ്ടല്ലട കൂടുന്നത്, നാളേക്ക് ശരിയാവും എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. പഞ്ചസാര സംബന്ധമായ രോഗം വരുന്നത് എങ്ങനെയാണ്? കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല, 5 പ്രധാനപ്പെട്ട അവയവങ്ങളെ തകർത്തുന്നു. അത് രാസവസ്തുവാണ്, വൈറ്റ് പോയ്സനാണ്, സ്വീറ്റ് പോയ്സനാണ്. അത് മനുഷ്യ ശരീരത്തിൽ ബോംബിങ് നടത്തുന്നു. അപ്പൊ എല്ലാ രോഗങ്ങളും പഞ്ചസാര വഴി ഉണ്ടാവും. ചോദ്യത്തിന് ചെറിയെന്തോ അവ്യക്തത. ഗൾഫ് കാലാവസ്ഥയിൽ കിഡ്നിയിൽ കല്ലുണ്ടാകാനുള്ള പ്രവണത കൂടുതലായി കാണുന്നു. പ്രതിവിധി അറിയിച്ചാലും കിഡ്നിയിൽ കല്ലുണ്ടാകുന്നതിന്റെ കാരണം കെമിക്കൽസ് കൂടുതൽ ചെന്നിട്ടാ. ഇവിടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ മഹാഭൂരിഭാഗവും പ്രിസർവേറ്റീവ്സ് ഇട്ടതാണ്. കുപ്പിപ്പാനീയങ്ങൾ, ബ്രെഡ്, ഒരു ചപ്പാത്തി കുബൂസല്ലേ? കുബൂസ് എങ്ങനെയാണ് നിൽക്കുന്നത്? രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി വൈകുന്നേരം തിന്നാൻ കഴിയുന്നില്ല. പാക്കറ്റിൽ വരുന്ന കുബൂസ് തിന്നാൻ കഴിയുന്നു. അതിൽ അമോണിയ ഇട്ടിട്ടുണ്ട്, ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, മറ്റു പലതും ഇട്ടിട്ടുണ്ട്. അവിടെ ഇതിന്റെ അടുത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കെമിക്കൽസ് ചേർന്ന ഭക്ഷണമേ ഇവിടെ കഴിക്കാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് ഏറ്റവും നല്ലത് നിങ്ങൾ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും തിന്നുന്നതിന്റെ അളവ് കുറയ്ക്കുകയും ആഴ്ചയിൽ 1-2 ദിവസം സുന്നത്ത് നോമ്പെടുക്കുകയും ബാക്കി സമയത്ത് അധികവും ഫ്രൂട്ട്സ് തന്നെ കഴിക്കുകയും ചെയ്താൽ ഫ്രൂട്ട്സ് കെമിക്കൽസ് എത്രയാണെങ്കിൽ പോലും അതിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ പച്ചക്കറികളിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് പച്ചക്കറി ചോറിന്റെ മുമ്പ് കൂടുതൽ തിന്നുക. ഇലകളൊക്കെ ഉണ്ട് ഇവിടെ, നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, തിന്നൂല. മുളകിറക്കണം നമുക്ക്. 15 കൂട്ടം ഇലകളാണ് അറബികൾ തിന്നുന്നത്. അങ്ങനെ പച്ച ഇലകളും പച്ചക്കറികളും പച്ചക്ക് തിന്നുക, കൂടുതൽ കുറച്ച് ചോറും. കല്ലുണ്ടാവാതിരിക്കാനാ പറയുന്നത്. ഉണ്ടായ കല്ലിന് ആശുപത്രിയിൽ വരും. സ്ഥിരമായി പഴങ്ങൾ കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വയറുവേദന വരുന്നത്? പ്രതിവിധി തിരുമേനി തേൻ കൊടുത്തപ്പോൾ എന്തേ വയറുവേദന വന്നത്? അതന്നെ കാരണം. തേനും പഴമൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ പിടിച്ചു കിടക്കുന്ന കഫത്തെയും മലത്തെയും ഇളക്കുകയാണ്. ആ ഇളക്കുമ്പോൾ ഉണ്ടാകുന്ന പിടിച്ചു പറിക്കുമ്പോൾ ഒരാണിവിടെ തറച്ചതിന് വലിക്കുമ്പോൾ ചുമരിനൊരു വേദന ഉണ്ടാവുമല്ലോ.
ആ വേദന കുടലിനും വയറിനും ഒക്കെ ഉണ്ടാവുക. 4 ദിവസം സഹിക്കാൻ തയ്യാറാകണം. ക്ഷമിക്കുക. ഫസ്ബിർ സബ്റൻ ജമീല. വിശപ്പില്ലായ്മക്ക് എന്താണ് പരിഹാരം? ശരീരം ക്ഷീണിച്ചു പോകുന്നു. വിശപ്പില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് രോഗമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അയാൾ ഒരാഴ്ച തുടർച്ചയായിട്ട് നോമ്പെടുക്കട്ടെ, സുന്നത്ത് നോമ്പ്, ഈ രോഗം മാറാൻ നേർച്ചയായി. നോമ്പിന് രാത്രി തിന്നാന്ന് നെയ്യത്ത് വെക്കരുത്. നെയ്യത്ത് വെക്കുന്ന നേരത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് ഇറച്ചുമ്പത്തിന് തിന്നാനുള്ള നെയ്യത്ത് ഇല്ലാത്ത നോമ്പായിട്ടാണ്. ഫ്രൂട്ട്സ് രാത്രിയും കഴിക്കും, എന്നാ രോഗം മാറും. വിശപ്പ് തനിയെ വന്നു. തേൻ കുടിച്ചാലും മതി. ഷുഗർ തീറ്റി നിർത്താനാവില്ലല്ലേ? ഷുഗറും പ്രഷറും വിറയലും ഉണ്ട്. എന്താണ് ചെയ്യുക? നാളെ ICRCയിൽ വരിക. പൊറാട്ട കഴിക്കുന്നത് കൊണ്ട് ഉള്ള ദോഷം, പ്രശ്നം എന്താണ്? പൊറാട്ട കഴിക്കുമ്പോഴുള്ള പ്രശ്നം അതിൽ വെള്ളം ഒഴിച്ച് കുഴക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. കൈകൾ നല്ലോണം പറയുന്നുണ്ടല്ലോ, പശയാണത്. ഈ സാധനം അങ്ങോട്ട് ചെന്നാൽ ഇല്ലിക്കെട്ടുമായിട്ട് ഇടവഴി കൂടി പോകുന്ന ബുദ്ധിമുട്ടുണ്ടാവും. ഒട്ടിപ്പിടിച്ചേ പോകുള്ളൂ. അതിലെ ഫൈബർ പടച്ച തമ്പുരാൻ അതിൽ പടച്ചു വെച്ച ഉമിയും തവിടും കളഞ്ഞതാണ്, നൈസായി പൊടിച്ചതാണ് മൈദ. അതുകൊണ്ട് ദഹനം വളരെ സാവധാനത്തിലായിരിക്കും. ചപ്പാത്തി തിന്നാൽ വേഗം ദഹിക്കുന്നു, പൊറാട്ട തിന്നാൽ വൈകി ദഹിക്കുന്നു. കാരണം അത് പുറത്തേക്ക് നീങ്ങാൻ പ്രയാസപ്പെടുന്നു. അത് മലമായിട്ട് പോരാനും പ്രയാസമുണ്ട്. ഗ്യാസ് ട്രബിളിന് ട്രീറ്റ്മെന്റ് പ്രകൃതി ചികിത്സയിൽ നിർദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞില്ലത് ഇസ്ലാമിൽ തന്നെ നിർദ്ദേശിച്ച് പറഞ്ഞില്ലേ, ഗ്യാസ് നിൽക്കേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ തിന്നരുത്. ഗ്യാസ് അവിടെ കെട്ട കുറച്ച് ബാക്കി ആശുപത്രി അവിടെ വന്നിട്ട് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നാളെ കുറച്ച് തിരക്കാം. നാളെ പോകുന്ന ദിവസമായിരുന്നു. നിങ്ങൾക്ക് ഇമെയിൽ തരാം, ഞാൻ മറുപടി തരുന്നുണ്ട് സമയം പോലെ. യെസ്. ഈ പുതിയൊരു ലോകത്തിൽ പെട്ട പോലെയാണ് ഡോക്ടറെ ഈ പ്രഭാഷണം കൊണ്ട് മനസ്സിലായത്. പക്ഷെ ഒരു ചെറിയ സംശയം, ഈ പ്രകൃതി ചികിത്സ കൊണ്ട് നമുക്ക് കണ്ണാട ഒഴിവാക്കാൻ പറ്റുമോ? ചോദ്യത്തിന്റെ അർത്ഥം കേൾക്കുന്നില്ലേ? ഇത്തരം ചോദ്യങ്ങളാണ് കൂടുതൽ സ്വാഗതമാണ്. മനുഷ്യ ശരീരത്തിലെ കണ്ണ് വളരെ പ്രധാനപ്പെട്ട അവയവമാണ്. കൊച്ചു കുട്ടികൾ പോലും ഇന്ന് കണ്ണട വെക്കുന്നുണ്ട്. അതിന്റെ കാരണം, കുട്ടികൾക്ക് കണ്ണട അങ്ങനെ വെക്കാൻ ന്യായം സാധ്യതയില്ല. എന്തുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവയവത്തിന് ഇത്ര ചെറുപ്പത്തിൽ കേടുവന്നു? മൃഗങ്ങളുടെ പാല് നിരന്തരം കുടിക്കുകയും കോഴിമുട്ട തിന്നുകയും ചെയ്യുന്നത് കൊണ്ടാണ് വളരെ ചെറുപ്പനാളിലെ കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. എന്നാൽ ഒരു 40 വയസ്സാകുന്ന ആളുകൾക്ക്, കണ്ണുകൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ച ആളുകൾക്ക്, എഴുത്തും വായനയും കൂടുതൽ നടത്തുന്ന ആളുകൾക്ക് അവരുടെ കണ്ണ് എന്ന അവയവത്തെ അവർ പരിധി വിട്ട് ഉപയോഗപ്പെടുത്തിയപ്പോൾ അതിന് ക്ഷീണം ബാധിക്കും. ഇതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് ചെയ്യാൻ. കൈകൊണ്ട് കൂടുതൽ അധ്വാനിക്കുന്നവർക്ക് കൈക്ക് വേദന തന്നെ വരും. അപ്പോൾ കൂടുതൽ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളുകൾക്കാണ് ഒരു 40 വയസ്സ് കഴിയുമ്പോൾ കണ്ണട വെക്കേണ്ടത്. ഒരു കൈക്കോട്ട് പണിക്കാരൻ കണ്ണട വെക്കേണ്ട പ്രശ്നമല്ല. ഒരു അധ്യാപകൻ, ഒരു ഡോക്ടർ, ഒരു വായനക്കാരൻ, ഒരു എഴുത്തുകാരൻ, ഒരു കവിത എഴുതുന്നവൻ, ഇത്തരം ആളുകൾക്കൊക്കെ, ക്ലാർക്കുമാർ, ഇവർക്കൊക്കെ 40 വയസ്സ് ആകുമ്പോഴേക്ക് കണ്ണിന്റെ കാലങ്ങളായിട്ട് മരിക്കുന്നവരെ സൂക്ഷിച്ചു വെക്കേണ്ട ആ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, കൂടുതൽ അധ്വാനിച്ചുകൊണ്ട്. പക്ഷേ അപ്പോ അതൊരു രോഗം എന്ന് കണ്ണട വെക്കുന്ന ആൾ രോഗികളാണ് ആരും പറയാറില്ല. കാരണം അത് താൽക്കാലികമായ ആർക്ക് വായിക്കാൻ വേണ്ടിയിട്ടില്ല. കണ്ണട എടുത്താൽ ഒരു പ്രശ്നം രംഗത്ത് എനിക്ക് നിങ്ങളൊക്കെ കാണാൻ കഴിയും, പ്രശ്നമൊന്നുമില്ല. ഇനി ഈ കണ്ണടയും ഒഴിവാക്കാം. 6 മാസം വായന നിർത്തിവെക്കുക. കണ്ണട 40 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇത് പ്രയാസം, കണ്ണട വെച്ചാലേ വായിക്കാൻ കഴിയുള്ളൂ എങ്കിൽ 6 മാസം അവർ വായനയൊക്കെ നിർത്തിവെച്ച് ചില ചികിത്സകളുണ്ട്. കണ്ണടച്ച് സൂര്യരശ്മി ഇവിടെ ഏൽപ്പിക്കുക, കാരറ്റ് അരച്ചിടുക, കാരറ്റിന്റെ നീരും മുരിങ്ങയുടെ നീരും കൂടുതൽ കഴിക്കുക, പിന്നെ കണ്ണുകൊണ്ട് ചില എക്സസൈസ് ചെയ്യുക, തീർത്തും വായിക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും റിക്കവർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് കണ്ണ് തിരിച്ചു വരും. അതിന് സമയം കിട്ടുന്ന ഒരു മനുഷ്യൻ ഉണ്ട് എങ്കിൽ അയാൾക്കത് വളരെ പ്രകടമായി കാണാവുന്നതുമാണ്. ഇത് വളരെ കുറഞ്ഞ പവറാണ്, 1.75 കൂടിയിട്ടില്ല കാലങ്ങൾ പറയട്ടെ. അത് ഈ പ്രശ്നം കൊണ്ടാണ്. എനിക്ക് എഴുത്തും വായനയും വലിയ ജോലി എൻ്റെതായതുകൊണ്ട് മാത്രമാണ്. കഫക്കെട്ട് ഉണ്ടാകാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ദോഷം ചെയ്യുന്ന ഫ്രിഡ്ജിൽ വെച്ചതും പഴകിയതും പാലും കോഴിമുട്ടയും പഞ്ചസാരയും കൂടുതൽ അച്ചാറുകളും ചുവന്ന മുളകും എല്ലാം പരിധി വിട്ടും രാത്രി തിന്ന ഉടൻ കിടന്നുറങ്ങലും ഒക്കെ കൂടെ ആകുമ്പോഴാണ് കഫക്കെട്ട് ഉണ്ടാകുന്നത്. അതിന്
കാരണമാണ് പറഞ്ഞത്. അപ്പൊ ദോഷം ഹാനികരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ മതി. അത് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഹാനികരമായ ഭക്ഷണങ്ങൾ ഏതാണ്. ത്വക്ക് രോഗത്തിന് പ്രകൃതിയിൽ പരിഹാരമുണ്ട്. വളരെ മാരകമായി 40 കൊല്ലം പഴക്കമുള്ള സോറിയാസിസ് മാറൂല എന്നല്ലേ നിങ്ങൾ കേട്ടത്? ഞങ്ങളുടെ ആശുപത്രിയിൽ ഞാൻ തന്നെ ചികിത്സിച്ചൊരു രോഗി 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണമായി സുഖപ്പെട്ടു എന്ന് ഇന്നലെ ദോഹയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. അയാൾ ഇവിടെ ജോലിയുള്ള ആളാണ്. ഇവിടുന്ന് ലീവിൽ വന്നപ്പോൾ അവിടെ 1 മാസം കിടന്നിരുന്നു അയാൾ. പിന്നീട് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴും അയാളുടെ കുറച്ച് കൂടിയാ കണ്ടത്. പക്ഷെ മിനിഞ്ഞാന്ന് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചു പറഞ്ഞു, ആ രോഗം പൂർണ്ണമായി പ്രകൃതിച്ചുകൊണ്ട് മാറിപ്പോയി. പക്ഷെ അയാൾ ചെയ്തത് അച്ചടക്കത്തോടു കൂടി ഷീട്ട് പ്രകാരം തന്നെ നിന്നു. ചായ കാണുമ്പോൾ അതിലേക്ക് ചാടുക, ബേക്കറി കാണുമ്പോൾ അതിൽ അങ്ങോട്ട് ചാടുക, ഇതൊന്നും ചെയ്തിട്ടില്ല അയാൾ. കർശനമായ അച്ചടക്കത്തിൽ ആഴ്ചയിൽ 2 ദിവസം നോമ്പെടുത്തു. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് ജീവിച്ചു. ഉപയോഗിച്ചത് ഒരുപാട് കാലം അയാൾ ഉപേക്ഷിച്ചു. അദ്ദേഹം സദസ്സിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഏത് ഗുരുതരമായതും മാറും എന്ന് ധൈര്യമായി പറയാം. നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് വമ്പൻ എഞ്ചിനീയറാണ് എന്നതുകൊണ്ട്. പ്രതിരോധ കുത്തിവെപ്പ് നല്ലതാണോ? ചിക്കൻ പോക്സിന്റെ പ്രതിരോധ കുത്തിവെപ്പുകൾ ആവശ്യമേ ഇല്ല, അത് ദോഷവുമാണ്. വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വന്ന ഭക്ഷണ ക്രമീകരണത്തിൽ നിന്ന് മാറ്റം വരുത്താൻ വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു. അതിനൊരു പരിഹാര നിർദ്ദേശം തന്നാൽ തരത്തില്ല. അവർ ദേഹത്തെ പൂജിക്കുന്നവരാണ്, ദേഹത്തെ പൂജിക്കുന്നവരാണ്. ശിർക്കാണത്. കൈപ്പക്ക ശരീരത്തിന് നല്ലതാണോ എന്നാണ് ഒരു സഹോദരന്റെ ചോദ്യം. കൈപ്പക്ക നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങളുടെ പഞ്ചേന്ദ്രിയം നിങ്ങളോട് തന്നെ പറയുന്നുണ്ടല്ലോ. അതിനെ കണ്ടാൽ നല്ല സൗന്ദര്യമുള്ള മുഖമാണോ? ഒരു വസൂരി പിടിച്ച മുഖല്ലേ? അത് വായിലിട്ട് കടിച്ചാൽ നല്ല മധുരമാണോ? കയ്പല്ലേ? കാഞ്ഞിരക്കായയിലുള്ള അതേ പോയിസൺ തന്നെയാണ് കൈപ്പക്കയിലുമുള്ളത്. കൈപ്പക്കയുടെ നീര് പ്രമേയ രോഗികൾക്ക് അമേരിക്കയിൽ കൊടുത്തപ്പോൾ 18 കൊല്ലം മുമ്പ് അവരുടെ ഷുഗർ ലെവൽ കുറഞ്ഞത് കണ്ടു. ഉടൻ അവർ പറഞ്ഞു, കയ്പുള്ളതായതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്നും കൂടി അറിഞ്ഞിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതെവിടെ പരീക്ഷിക്കും? അമേരിക്കയിൽ പരീക്ഷിക്കാൻ വയ്യ, അവിടെ ഫസ്റ്റ് ക്ലാസ് പൗരന്മാരാണ്. ആ ഇന്ത്യയിൽ അതിന് പറ്റിയ ആളുകൾ വരും. ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തു. ഇവിടുത്തെ ഡോക്ടർമാർക്ക് പിന്നെ എന്തു അവർ കേട്ടാൽ ഉടൻ നടപ്പാക്കില്ല. എല്ലാ പ്രമേയ രോഗികളോട് കൈപ്പക്ക നീര് കുടിക്കാൻ പറഞ്ഞു. 2 കൊല്ലം കുടിപ്പിച്ചപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഖബർസ്ഥാനിലെത്തി. ഉടൻ അമേരിക്കയിൽ നിന്ന് റിപ്പോർട്ട് വന്നു, കൈപ്പക്ക നീരായിരിക്കും കൊടുക്കേണ്ട, അത് കുടിച്ചിട്ട് ഒരുപാട് ആൾ മരിച്ചതായിട്ട് റിപ്പോർട്ട് കിട്ടിച്ചിട്ട് അവർ രക്ഷപ്പെട്ടല്ലോ. ഇപ്പോൾ RCCയിൽ നടത്തിയ 64.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി നടത്തിയ ക്യാൻസർ മരുന്ന് ചികിത്സയെ പറ്റി നിങ്ങൾ കേട്ടുക. അതാ വൈദ്യശാസ്ത്രജ്ഞന്മാരുടെ സമൂഹത്തിന് ചെയ്യുന്ന നേട്ടങ്ങളെ. നെല്ലിക്ക കയ്പല്ല, അത് ആദ്യം കഴിക്കും പിന്നെ മതിർക്കും. കുറച്ച് ഷുഗൂറാവണം, ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ അത് അഫസ്ബിർ സബറൻ ജമീല. കയ്പോ മധുരോ പിന്നെ വരുന്നത് എന്ന് കാത്തിരിക്കാൻ. നല്ല മൂത്തതിന് അങ്ങനെ കയ്പില്ല. അതെ, പാൽ ഒരു സമീകൃത ആഹാരമല്ലേ? അതെ. ആരുടെ പാൽ ആർക്ക് സമീകൃത ആഹാരമാണ്? പശുവിൻ പാൽ പശുക്കുട്ടിക്ക്, ആട്ടിൻ പാൽ ആട്ടിൻകുട്ടിക്ക്, പട്ടിപ്പാൽ പട്ടിക്കുട്ടിക്ക്, മനുഷ്യപ്പാൽ മനുഷ്യക്കുഞ്ഞിന്. പാല് മാറിക്കുടിച്ചാൽ ആരോഗ്യമല്ല, രോഗമാണ് ഉണ്ടാവുക. എന്നാൽ മനുഷ്യന് പാല് തീരെ കുടിച്ചുകൂടെ? മൃഗങ്ങളുടെ കുടിക്കാം. ചില മൃഗങ്ങളുടെ പാല് മനുഷ്യന് കുടിക്കാം. കുടിക്കുമ്പോൾ ചില ഷർത്തും പറഞ്ഞു വെക്കണ്ട്. നിങ്ങളെ കുടി പറ്റില്ല. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പാല് കൊടുക്കരുത്. രോഗികൾക്ക് പാല് കൊടുക്കരുത്. വൃദ്ധന്മാർക്ക് പാല് കൊടുക്കരുത്. 3 കൂട്ടിക്കും ധനശക്തി കുറവാണ്. ബാക്കിയുള്ളവർക്ക് കുടിക്കാം. അവർക്ക് തന്നെ 3 ഷർത്ത് പിന്നെയും ഉണ്ട്. 1, ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിരിക്കണം പാല് കുടിക്കുന്നത്. തിന്നതിന്റെ മോളെ അടപ്പെട്ട പോരാ. രാത്രി മുക്കറ്റം തിന്നിട്ട് ലാസ്റ്റിൽ കോർക്കിടൽ, അതുകൊണ്ട് പാല് ഗ്ലാസ് അത് പറ്റില്ല. ഒരു നേരത്തെ ആഹാരത്തിന് പകരം. 2, കറന്ന ഉടൻ കുടിക്കണം. തിളപ്പിക്കാൻ പാടില്ല, ചൂടാക്കാൻ പാടില്ല. കറന്ന ഉടൻ കുടിക്കണം. 3, ഒരു നേരം കുടിക്കുന്നത് 6 ഔൺസിൽ കൂടുതലാവരുത്. ആ ഷർത്ത് പാലിക്കാമെങ്കിൽ പൂർണ്ണ ആരോഗ്യവാന്മാർക്ക് പാല് കുടിക്കാം. അങ്ങനെയായിരുന്നു തിരുമേനി കുടിച്ചതും കുടിപ്പിച്ചതും. അങ്ങനെയായിരുന്നു ഈസാ നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ശ്രീകൃഷ്ണനും എല്ലാവരും കുടിച്ചതും കുടിപ്പിച്ചതും. എതിർപ്പൊന്നുമില്ല. എന്താ ചോദിച്ചോളൂ. കുട്ടികൾക്ക് പ്രായപൂർത്തിയായില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പാല് കുടിക്കുന്ന എല്ലാ കുട്ടികൾക്കും കഫക്കെട്ടുണ്ടാവും, കൃമിശല്യം ഉണ്ടാവും. ഇല്ലാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി കുടിച്ചോട്ടെ, അതും പറയട്ടെ.
പാല് കൊടുത്തിട്ട് ഒരു കുട്ടിക്ക് കഫക്കെട്ട് വരുന്നില്ലെങ്കിൽ ആ കുട്ടിക്ക് കുടിക്കാം. പക്ഷെ 99% ഉണ്ടായിരിക്കും. കിട്ടൂല കുടിക്കണ്ട. ആ പാല് ഇവിടെ കിട്ടൂല കുടിക്കണ്ട. നല്ലതല്ല തിന്നാൻ പറഞ്ഞ കുലൂമിൻ തയ്യിബാത്തി മാ റസഖ്നാക്കും. അത് അള്ളാഹ് അങ്ങനെ പറഞ്ഞാടാ. തന്നതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാടാ. ചോദിച്ചോളൂ. നമ്മൾ ഇവിടെ ഗൾഫുകാർക്ക് എന്ന് പറയും, പ്രവാസികൾക്ക്, ഇവിടെയുള്ള അറബികൾക്ക് നരയും കഷണ്ടിയും വരുന്നില്ലല്ലോ. നമ്മളെ സൃഷ്ടിച്ചത് അവിടെ ജീവിക്കാനാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് ജീവിച്ചൊപ്പിക്കാൻ പ്രയാസപ്പെടുമ്പോൾ കുറച്ച് നരക്കാനും കഷണ്ടിയാവാനും തയ്യാറാവുക. വലിയ കുഴപ്പമൊന്നുള്ള ചെയ്തില്ലല്ലോ. ഒന്ന് നരച്ചു പോയി, ഒന്ന് മുടി കൊഴിഞ്ഞു എന്നല്ലാതെ ബാക്കിയൊക്കെ ജീവിച്ചോളാൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ. ചെയ്തു ചെയ്യാവുന്നതിൽ ഏറ്റവും ലളിതമായ ഒരു സംഗതിയാണ്. അവർ രോഗമായിട്ട് നിങ്ങൾ കൂട്ടണ്ട, അതൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ടെങ്കിലും പൈസ ഉണ്ടാക്കാൻ നോക്കിക്കോ. പിന്നെ തൈരും മീനും ഒരു കോമ്പിനേഷൻ ചോദ്യം. ഫ്രൂട്ട്സും അരിയാഹാരങ്ങളോടൊപ്പം അല്ല വേവിച്ച ഭക്ഷണത്തിന്റെ കൂടെ ഫ്രൂട്ട്സ് കൂട്ടാൻ പാടില്ല. പിന്നെ വയറ് നിറഞ്ഞിരിക്കുന്നവൻ പാല് കുടിക്കാൻ പാടില്ല. കോഴിമുട്ട ഭക്ഷണവുമല്ല. അതൊരു കോഴിയായി വരുന്നവരെ കാത്തിക്കണം. ബീജം പൊരിച്ചെന്നാൻ രൂപപ്പെടരുത്. പിന്നെ മീനും ഇറച്ചിയും ഒരുമിച്ച് തിന്നാൻ പാടില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അപ്പൊ അങ്ങേപ്പുരയിലുണ്ടായ കല്യാണത്തിനെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അവിടെ ഇറച്ചി കൊടുത്തിട്ട് അവിടെ മീനും കൂടി പൊരിച്ചോ. അപ്പൊ മറ്റേ വീട്ടുകാരൻ എന്ത് ചെയ്യും? മൂന്നാമത്തെ കല്യാണക്കാരൻ കോഴിമുട്ടി കൂടി വിഴുങ്ങി വെക്കും. ഇറച്ചിയും മീനും ഒരുമിച്ച് പാടില്ല. ഒന്നുകിൽ ഇറച്ചി അല്ലേ മീന്. മത്സ്യം തന്നെ അല്ല, മീന് ഏത് മത്സ്യം ഒരുമിച്ച് കഴിക്കാം. എന്നാൽ മാംസം, പല ജീവികളുടെ മാംസം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല. ഇറച്ചിയും മീനും കഴിക്കുമ്പോൾ മോരും തൈരും പാടില്ല. മോരും തൈരും വെജിറ്റബിൾസിന്റെ കൂടെ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ബിരിയാണിയിൽ തൈരോ പാടില്ല. ചമ്മന്തി മതി. അപ്പൊ അതിൽ ചമ്മന്തിയിൽ മറ്റേ സാധനം ഒഴിച്ചാളൂ, വിനാഗർ, ആസിഡ്, അതൊന്നും പറ്റില്ല. ചെറുനാരങ്ങ നീരേ പറ്റും. ആദ്യം ബിരിയാണി വെക്കുന്നവരെയും അടുക്കളയിലെ പെണ്ണുങ്ങളെ അതൊക്കെ പഠിപ്പിക്കേണ്ടത്. പിന്നെ എന്താണ്? സുർക്ക കുടലിനെ വേവിച്ച് കളയും. സുർക്ക എത്ര നല്ല ഭക്ഷണമാണെന്നോ. അത് കെമിക്കൽ സുർക്കയല്ല. പനങ്കള്ള് പോലെ പനയിൽ നിന്നൊക്കെ ചെത്തിയെടുക്കുന്ന സുർക്കയാണ്. ഈ പറയുന്നത് കെമിക്കൽ സുർക്കയെ പറ്റിയാണ്. അത് തന്നെ കൂടുതൽ കഴിച്ചാൽ അപകടം ഉണ്ടാവുകയും ചെയ്യും. ഒന്ന് തൊട്ടുകൂട്ടിയിട്ടേ ഉള്ളൂ റസൂല്. ഒരു ടേസ്റ്റ് കിട്ടിയപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടത്. അത് ഏത് ഒറിജിനൽ തെങ്ങിൽ നിന്നെടുക്കുന്ന, പനയിൽ നിന്നൊക്കെ എടുക്കുന്ന സുർക്കയെ പറ്റിയാണ് പറയുന്നത്. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ആരെങ്കിലും ചോദ്യം ഇങ്ങനെ പുറത്തേക്ക് ചാടി നിൽക്കുന്നുണ്ടെങ്കിൽ വേഗം ചോദിക്കും. എന്താണ്? അതെ, ഗൾഫിൽ ഹാർട്ട് അറ്റാക്കാണ് ഏറ്റവും കൂടുതൽ. അത്രയധികം തിന്നു കൂട്ടുന്നു, രാത്രി തിന്നുന്നു. ഒരുത്തനും ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചിട്ടില്ല. വയറ് കാലിയായിരിക്കെ. മനസ്സിലാക്കണം നിങ്ങൾ. വയറ് നിറഞ്ഞ സമയത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തിന്നാതിരിക്കൽ തന്നെയാണ് ഹാർട്ട് അറ്റാക്കിനുള്ള ഒന്നാം തരം ഔഷധം. 24 മണിക്കൂർ കൊണ്ട് എല്ലാ ബിപിയും നമുക്ക് സുഖപ്പെടുത്താം. 2 ആഴ്ച കൊണ്ട് ഏത് പ്രമേഹവും മാറും. പ്രമേഹം മാറാത്ത രോഗമല്ല, 100% മാറുന്ന രോഗം തന്നെയാണ്. മാറാത്തൊരു വർഗ്ഗം ഉണ്ടതിൽ ജനിച്ചുടനുള്ള കുഴപ്പമുള്ളത്. മാറൂല എന്ന് പേടിച്ചിട്ടൊന്നും ആരും വട്ടം തിരിയേണ്ട കാര്യമൊന്നുമില്ല. കാണിച്ചു തരാം. 24 മണിക്കൂർ നിങ്ങൾ പച്ചവെള്ളം കുടിച്ച് കിടക്കുക, എന്നിട്ട് പ്രഷർ ഒന്ന് അളന്നു നോക്ക്. നോർമലായിരിക്കും. അത് തന്നെ മാറ്റി. ശുക്രൻ. വളരെ വിശദമായും സംക്ഷിപ്തമായും നമ്മോട് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ അബ്ദുൽ കരീം. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ പല ദോഷങ്ങളും ഗുണങ്ങളാണെന്ന് കൂടി അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രത്യേകം നമ്മുടെ കടപ്പാട് അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ താല്പര്യമുള്ളവർക്ക് നാളെ ICRCയിൽ പോയി കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങൾ, ഭക്ഷണം നല്ലതും ചീത്തയും, അതുപോലെ ശമന ലക്ഷണങ്ങൾ, ഉപവാസം ജീവൻ രക്ഷിക്കും, കനികൾ, ചെടികൾ, ഔഷധ ഗുണങ്ങൾ എന്നീ പുസ്തകങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഈ പരിപാടിക്ക് നന്ദി പറയുവാൻ